ഡെവലപ്ഡ് അല്ലാത്ത ഒരു ഏരിയ ആണ് വൈക്കം എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ഏരിയയിൽ ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ എന്നാൽ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു ലൈബ്രറിയും അതേപോലെ തന്നെ ഇതുപോലെ മെമ്മോറിയലും സ്ഥാപിച്ചതിന് തമിഴ്നാട് ഗവൺമെൻറ്റിനോട് നന്ദിയുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഇ വി രാമസ്വാമി എന്നറിയപ്പെടുന്ന തന്തൈ പെരിയോർ, അങ്ങനെ വൈക്കത്തിലെ കുറേ നേതാക്കന്മാർ, അങ്ങനെ കുറേ പേരൊക്കെ വന്ന് ഒത്തിരി നാൾ 606 ദിവസം ഈ വൈക്കത്ത് ഈ വൈക്കത്ത് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴി കൂടെയൊക്കെ നാട്ടുകാർ അവർണരായ ആൾക്കാർക്ക് സഞ്ചരിക്കാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല തിരുവിതാംകൂർ സംസ്ഥാനം. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് നടക്കാൻ പോലും അനുവാദമില്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് നേതാക്കൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത് തന്നതാണ് നമുക്ക് ഈ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് വരുന്ന തലമുറയ്ക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആളുകൾ നമുക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇനി വരുന്ന കുട്ടികൾക്കാണെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഇങ്ങനെ ഒരു ലൈബ്രറി ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ്. അതുപോലെ തന്നെ ഈ ചരിത്രം കുട്ടികളിലേക്കൊക്കെ എത്തിക്കാനും ഇതൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഗവൺമെൻറ്റിനോട്, തമിഴ്നാട് ഗവൺമെൻറ്റിനോടും കേരള ഗവൺമെൻറ്റിനോടും നന്ദി. എന്ന് പറയുന്നത് നമ്മൾ 1924 ഉണ്ടായ സംഭവമാണ് ഈ വൈക്കം സത്യാഗ്രഹം. അപ്പോൾ ആ വൈക്കം സത്യാഗ്രഹത്തിൽ ഒത്തിരി നേതാക്കന്മാരൊക്കെ പങ്കെടുത്തു. ഇപ്പോൾ ഗാന്ധിജി ഉൾപ്പെടെ, അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് ഇ വി രാമസ്വാമി എന്നറിയപ്പെടുന്ന തന്തൈ പെരിയോർ, അങ്ങനെ വൈക്കത്തിലെ കുറേ നേതാക്കന്മാർ, അങ്ങനെ കുറേ പേരൊക്കെ വന്ന് ഒത്തിരി നാൾ 606 ദിവസം ഈ വൈക്കത്ത് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴി കൂടെയൊക്കെ നാട്ടുകാർ അവർണരായ ആൾക്കാർക്ക് സഞ്ചരിക്കാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല തിരുവിതാംകൂർ സംസ്ഥാനം. അപ്പോൾ ആ സമയത്ത് അതിനെതിരായിട്ട് ഇതുപോലെ കുറേ ഗാന്ധിജിയുടെ നേതൃത്വത്തിലും അതുപോലെ ശ്രീനാരായണ ഗുരു, അതുപോലെയുള്ള പഞ്ചാബിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അങ്ങനെ പല സംസ്ഥാനത്തു നിന്നൊക്കെ നേതാക്കന്മാർ വന്ന് ഒത്തിരി പോലീസിൻ്റെ നിന്നൊക്കെ അടിയൊക്കെ വാങ്ങിക്കുകയും കുറേ നാൾ ജയിലിലൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട് അങ്ങനെയാണ് ഈ തന്തൈ പെരിയോർ ഉൾപ്പെടെ കുറേ പേരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിക്കൂടെയൊക്കെ താഴ്ന്ന ജാതിപ്പെട്ട ആൾക്കാർക്കൊക്കെ നടക്കാനൊക്കെ പറ്റിയത്. അപ്പോൾ അതിൻ്റെ ഒരു സ്മരണാർത്ഥമാണ് നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒത്തിരി പ്രതിമകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ തമിഴ്നാട് സർക്കാർ നേതൃത്വത്തിൽ അങ്ങനെ സ്ഥാപിച്ച ഒരു പ്രതിമയാണ് ഇപ്പോൾ തന്തൈ പെരിയോറിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആദരാർത്ഥമാണ് ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറൊക്കെ വന്ന് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തത്. ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ലൈബ്രറിയും ഗ്രന്ഥശാലയൊക്കെ ഉദ്ഘാടനം ചെയ്തതൊക്കെ തുറന്നു വെച്ചാൽ വളരെ ഞങ്ങൾ ഈ നാട്ടുകാരെന്നുള്ള രീതിയിൽ ഇത്രയും വലിയ പോരാട്ടം നടന്നൊരു സ്ഥലത്ത് ജനിച്ചു വളർന്ന ഒരു അഭിമാനം ഞങ്ങൾക്കുണ്ട്, സന്തോഷമുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്, സന്തോഷമുള്ള കാര്യങ്ങൾ. ഇവരെയൊക്കെ കുറിച്ച് ഇത്രയും വലിയൊരു കാര്യം ചെയ്തതിൻ്റെ അവരോടുള്ളൊരു ആദരവ് സൂചകമായിട്ട് തമിഴ്നാട് സർക്കാർ ഇത്രയും ശ്രമപ്പെട്ട് ഇതൊക്കെ ചെയ്തത് ഒരു നല്ലൊരു കാര്യം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അതിൻ്റെ സമാപന സമ്മേളനമാണ് നടന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പെരിയോറിൻ്റെ അനുസ്മരണമായിട്ട് നമ്മൾ വൈക്കത്ത് തന്നെ ഒരു മ്യൂസിയവും ഒരു ഗ്രന്ഥശാലയും ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്, ഇവിടെ നീറ്റിൻ്റെ കുട്ടികൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ഇവിടെ നിന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു ലൈബ്രറിയിൽ നമുക്ക് കിട്ടാൻ സാധ്യമല്ല. സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ഇവിടെ വന്ന് ആ ടെക്സ്റ്റ് എടുക്കാനും അത് റെഫർ ചെയ്യാനും ഒക്കെ ഒരുപാട് യൂസ്ഫുള്ളാണ്. വേറൊരിടത്തും അവർക്ക് ഈ ടെക്സ്റ്റ് പൈസ കൊടുക്കാതെ എന്തായാലും ലഭിക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങിയ തമിഴ്നാട് ഗവൺമെൻറ്റിന് നന്ദി അറിയിക്കും. എങ്കിലും തമിഴ്നാട്ടിലെ സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന ഒരു ലൈബ്രറി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുള്ളായത്. അതുപോലെ തന്നെ മലയാള സാഹിത്യത്തിൽ തന്നെ വളരെയധികം കൃതികളും ഇപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള വളരെയധികം മെറ്റീരിയൽസുകളും ഇവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ വന്നിരുന്ന് പഠിക്കാനും വായിക്കാനുമുള്ള വളരെ ശാന്തമായൊരു അന്തരീക്ഷം ഇവിടെ സർക്കാർ നൽകിയിട്ടുണ്ട്. കൂടാതെ ഇവിടെയൊക്കെ നന്നായിട്ട് അലങ്കരിച്ച് ഇതാക്കിയിട്ടുണ്ട്. തമിഴ്നാട് സർക്കാരിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇവിടെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഇതിൻ്റെ സ്മാരകമായിട്ട് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെതായ തന്തൈ പെരിയോർ എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ സ്മാരകം ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ലൈബ്രറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ നമ്മുടെ പഴയ ആൾക്കാരെ പറ്റിയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പറ്റിയും അവരുടെ ത്യാഗങ്ങളെ പറ്റിയൊക്കെ അടങ്ങിയ കുറേ ബുക്സുകളുണ്ട്. അതേപോലെ
ഇതിൻ്റെ അകത്ത് കുറേ നല്ല നല്ല പൊളിറ്റീഷ്യന്മാരുടെയും അല്ലെങ്കിൽ കുറേ നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കുറേ ബുക്സുകളും സ്റ്റോറി ബുക്സും അതേപോലെ ഇപ്പം കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് പഠിക്കാൻ വേണ്ടി IPS PSC അങ്ങനെ നീറ്റ് കോച്ചിങ്ങിനൊക്കെ വേണ്ടിയുള്ള കുറേ ബുക്സുകൾ ഇവിടെ അവൈലബിൾ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ബെനിഫിറ്റാണ് അവർ തന്നേക്കുന്നത്, തമിഴ്നാട് ഗവൺമെൻറ് തന്നേക്കുന്നത്. കാരണം നമുക്ക് എപ്പോൾ വേണേലും വന്നിരുന്ന് പഠിക്കണമെങ്കിൽ പഠിക്കാം. ഇപ്പോൾ പാവപ്പെട്ട കുട്ടികൾക്കാകുമ്പം ഈ എൻട്രൻസ് എക്സാമിൻ്റെ നീറ്റിൻ്റെ ഒക്കെ ബുക്ക് വാങ്ങാൻ അവർക്ക് അഫോർഡബിൾ അല്ലായിരിക്കും. അപ്പോൾ അതുപോലെയുള്ള കുട്ടികൾക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാനും അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്ത് തമിഴ്നാട് ഗവൺമെൻറ് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ പറ്റിയതിന് വളരെ അനുമോദിക്കുന്നു അവരെ. അത്ര. അപ്പോൾ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ആയതുകൊണ്ട് വന്നതാണ് എക്സാം കഴിഞ്ഞിട്ട്. അപ്പോൾ വന്നപ്പോഴത്തേക്കും ലൈബ്രറിയിൽ ഞങ്ങളെപ്പോലെ എന്ന് വെച്ചാൽ എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ പറ്റിയ രീതിയിലുള്ള ബുക്ക് എല്ലാം ഇവിടെയുണ്ട്. നീറ്റ് എഴുതുന്നവർക്കാണേലും PSC IAS എല്ലാത്തിനും പോകുന്നവർക്കാണേലും പഠിക്കാനുള്ള ബുക്ക് ഇവിടെയുണ്ട്. ഇപ്പോൾ സാമ്പത്തികം ഇല്ലാത്തവർക്കാണേലും പോലും ഇവിടെ വന്നിരുന്ന് വായിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെയുണ്ട്. പിന്നെ നല്ല ഇതാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നതെല്ലാം. ഇത് ഞങ്ങൾക്ക് തന്ന തമിഴ്നാട് സർക്കാരിന് നന്ദിയുണ്ട്. ഇതേപോലെ സ്റ്റുഡൻസിനൊക്കെ വളരെ ഉപകാരമാണ് ഇവിടെ വരുന്നത്.